ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ടാറ്റ നെക്സോണിന്റെ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. റീസെന്റ് നമ്മുടെ ചാനലിൽ സ്മാർട്ട് പ്ലസ് വേരിയന്റിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് പ്യുവർ പ്ലസ് വേരിയന്റിന്റെ വീഡിയോ ചെയ്യാനാണ്. കാരണം നെക്സോണിലെ ഇപ്പോൾ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. നമ്മൾ സ്മാർട്ട് പ്ലസിന്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു പ്യുവർ പ്ലസ് ആണ് ദ ബെസ്റ്റ് വേരിയന്റ് എന്ന്. അപ്പോൾ ഈ പ്യുവർ പ്ലസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, GST ബെനിഫിറ്റും ദീപാവലി ഓഫറിന് ശേഷം ഈ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ടാറ്റയിൽ നിന്നുള്ള ഒരു വാഹനം നോക്കുന്നുണ്ട്. അതൊരു SUV ടൈപ്പ് വാഹനമാണ് എങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാറാണ് നെക്സോണിന്റെ ഈ പ്യുവർ പ്ലസ് വേരിയന്റ്. ഇപ്പോൾ ടാറ്റ പഞ്ചിന്റെ ടോപ്പ് എൻഡ് ഒക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള ടാറ്റയിൽ നിന്ന് തന്നെയുള്ള ഒരു വാഹനം വേണം. പിന്നെ അതുപോലെ ഡീസലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വേരിയന്റ് കൺസിഡർ ചെയ്യാം. പഞ്ചിന്റെ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നുള്ളൂ. ഇപ്പോ ഈ പ്യുവർ പ്ലസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് നെക്സോണിന്റെ എല്ലാ വേരിയന്റുകളുടെയും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ. ഈ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ് നമുക്ക് ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കിൽ വരുന്ന ഒരു വേരിയന്റ് ഫീച്ചേഴ്സ് ആണെങ്കിലും. ഈ വേരിയന്റിൽ നമുക്ക് ടോപ്പിൽ സൺറൂഫ് വരുന്നില്ല. പ്യുവർ പ്ലസ് S എന്ന് പറഞ്ഞ വേരിയന്റിലാണ് നമുക്ക് അഡീഷണലി സൺറൂഫ് വരുന്നത്. അപ്പോൾ ഈ വേരിയന്റിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള മറ്റൊരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് DRL കൊടുത്തിരിക്കുന്നു. അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ്ലൈറ്റുകളാണ്. പ്രൊജക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് 380+ വേരിയന്റോട്ടാണ്. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫ്രണ്ടിലെ പോർഷൻസിലെല്ലാം അവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. 208 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഈ ഒരു ലോഗോ, ടാറ്റയുടെ പുതിയ ലോഗോ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ എല്ലാം ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ പ്ലസ് ഫോളോ മീ ഹെഡ്ലാമ്പിന്റെ ഓപ്ഷനോട് കൂടിയ കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്മാർട്ട് കീയും ഒരു നോർമൽ കീയും കൊടുത്തിരിക്കുന്നു. നമ്മൾ വാഹനം അൺലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് മിററുകൾ ഫോൾഡ് ആവുന്നത് അല്ലെങ്കിൽ അൺഫോൾഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ച് വീൽസ് ആണ്. ഇപ്പൊ ഈ വേരിയന്റ് ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് ഇതിനകത്ത് എക്സ്റ്റീരിയറിൽ അലോയ്സ് വരുന്നില്ല, ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ്. മറ്റു ലുക്ക് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ടയർസ് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ച് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 195 60R16 ആണ് ടയർ സൈസ് വരുന്നത്. അലോയ്സിന്റെ ഒക്കെ ലുക്ക് തോന്നുന്ന രീതിയിലുള്ള വീൽ കപ്പുകളാണ് വരുന്നത്. ബ്ലാക്ക് കളറാണ് സ്റ്റീൽ വീൽസിന്റെ കളർ. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളുമാണ്. ഐദർ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് അലോയ്സിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പുറത്തു നിന്നാണെങ്കിലും അലോയ്സിലേക്ക് മാറ്റാവുന്നതാണ്. മിറേഴ്സ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഫുൾ ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റോറും പോകുന്നത് കാണാം. നമുക്ക് കീലെസ് എൻട്രിയുടെ ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് കാണാം. ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2800 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത്. നമുക്ക് റൂഫ് റെയിൽസ് കാണാം. അത് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർപ്പിൻ ആന്റിന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ നെക്സോണിന്റെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. മറ്റ് വേരിയന്റുകൾ തിരിച്ചറിയാനായിട്ട് മറ്റു വാഹനങ്ങളിൽ നമ്മൾ നോക്കുന്നത് ബാക്കിലെ വൈപ്പറാണ്. പക്ഷെ നെക്സോണിന്റെ കേസിൽ ബാക്കിലെ വൈപ്പർ നമ്മുടെ സ്പോയിലറിന്റെ അടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ വാഹനത്തിൽ ഇപ്പോൾ വൈപ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആണ്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ക്രിയേറ്റീവ് പ്ലസ് വേരിയന്റായിട്ടാണ് ഫംഗ്ഷനിലാവും. അപ്പോൾ ഈ വേരിയന്റിൽ നമുക്ക് ബാക്കിലെ ടെയിൽ ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ കണക്ടറിന്റെ ഓപ്ഷൻ വരുന്നില്ല, റിഫ്ലക്ടർ മാത്രമാണ്. അത് നമുക്ക് LED സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇവിടെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതൊരു ലൈൻ പോകുന്ന രീതിയിലാണ്, കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ICNG എന്ന് പറഞ്ഞ ബാഡ്ജിങ്, കാര്യം ഇത് CNG വേരിയന്റാണ്. നെക്സോണിന്റെ ബാഡ്ജിങ് CNG സ്റ്റിക്കർ നമുക്ക് ഇവിടെയും കാണാം. ബാക്കിൽ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ഡിസൈൻ പാർട്ടായിട്ട് തന്നെ സ്പോയിലർ കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസുകളാണ്. വൈപ്പർ വാഷർ ഡിഫോഗർ ഒന്നും തന്നെ വരുന്നില്ല. റിവേഴ്സ് ലൈറ്റ് ഇവിടെയായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് റിഫ്ലക്ടേഴ്സും കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ കീയിലെ സെൻട്രൽ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് അൺലോക്ക് ആവുന്നത് കാണാം. അല്ലാണ്ട് ഇവിടെ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ക്രിയേറ്റീവ് വേരിയന്റോട്ടാണ് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ബൂട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. ഇപ്പൊ ഇത് CNG വേരിയന്റ് ആണ്. CNG വേരിയന്റിൽ 321 ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി. പെട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 392 ലിറ്റർ ആണ്. CNG ടാങ്ക് ഇതിന്റെ അടിയിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ഇതിനകത്തൊരു 5D മാറ്റ് ആക്സസറി ആയിട്ട് മാറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. പാർസൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സ്പെയർ വീല് വാഹനത്തിന്റെ അടിയിലായിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പെട്രോൾ വാഹനങ്ങളിൽ ബൂട്ടിനകത്തും CNG അടിയിലായിട്ടാണ് സ്പെയർ വീല്
കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡീസൻറ്റ് ഇനഫ് സ്പേസ് CNG ആണെങ്കിൽ നമുക്ക് ബൂട്ടിൽ ലഭിക്കുന്നുണ്ട്. ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ചിങ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് വിൻഡോന്റെ ഓപ്ഷൻ കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് ആണ്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ വില്ല് താഴെ കാണാനായിട്ട് പറ്റും. സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു സീറ്റ് കവർ ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറൌണ്ട് 8,000 അടുത്താണ് അതിന് കോസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ CNG വേരിയന്റ് ആണ്, മാനുവൽ ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെഡ് പെഡൽ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. അവിടെ എല്ലാം നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്യുർ പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുർ പ്ലസ് വേരിയന്റിലാണ്. അതിന് കാരണം നമ്മളുടെ ഈ ഒരു 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് എൻഡിലേക്ക് കാണുന്ന സിമിലർ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. 2 സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്, ബാക്ക് ലൈറ്റഡ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും, വലതുവശത്ത് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് CNG ആയതുകൊണ്ട് നമുക്ക് മുകളിൽ CNGയുടെ ആ ഒരു ഇൻഡിക്കേഷനും താഴെ പെട്രോളിന്റെ ഇൻഡിക്കേഷനും കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ടാണ് നമ്മുടെ RPM മീറ്റർ വരുന്നത്. നടുക്ക് സ്പീഡോമീറ്റർ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നത്. കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് വീൽ, ട്രിപ്പ് ബൈ ട്രിപ്പ് പോലുള്ള ഫീച്ചേഴ്സ് അറിയാനായിട്ട് പറ്റും. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10.25 ഇഞ്ചിന്റെ സ്ക്രീൻ തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആ ഒരു ബേസ് വേരിയന്റ് തൊട്ട് പ്യുർ പ്ലസ് വേരിയന്റ് ഒരു സിമിലർ സ്ക്രീനാണ് വരുന്നത്. ഇതിപ്പോൾ CNG ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു 2 ഗേജുകൾ ഇതിനകത്ത് വരുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടാറ്റയുടെ ടോപ്പ് എൻഡ് വാഹനങ്ങളിലൊക്കെ ഒരു ഇതും കണ്ടുവന്ന സെയിം 10.25 ഇഞ്ചിന്റെ സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാം. 4 സ്പീക്കർ വരുന്നുണ്ട്. ട്യൂട്ടേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ, ഡീസൻറ്റ് ക്ലാരിറ്റി എന്നല്ല, മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ HD ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അത് റിവേഴ്സ് ഇടുന്ന സമയത്ത് അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങൾ വരുന്നു. അത് കൂടാണ്ട് നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ടുള്ള പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പാർക്ക് അസിസ്റ്റന്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറേ കൺട്രോൾ മീൻസ് അതിൻ്റെ ഫുൾ സ്ക്രീൻ അങ്ങനെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെഗ്മെന്റിൽ ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ, നല്ല ക്ലാരിറ്റി ഉണ്ട്. നമ്മുടെ ഹാർമന്റെ സ്പീക്കേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് എന്ന് പറയാം. അത് താഴേക്ക് വന്നാൽ നമുക്കിവിടെ AC വെൻസ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ക്രോം ടച്ച് കാണാം. നമ്മുടെ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത സ്മാർട്ട് പ്ലസ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വേരിയൻ്റുള്ള മെയിൻ അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ സ്ക്രീൻ. ഇതിൻ്റെ കൂടെ റിവേഴ്സ് ക്യാമറ, 4 സ്പീക്കേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടുമാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ AC കൺട്രോൾസ് ആണ് വേരിയന്റിൽ വരുന്നത്. അതിന് താഴെ നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ, CNG സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. നമ്മുടെ ഡ്രൈവ് മോഡ്സ് CNG ആയതുകൊണ്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു ഹോള് കാണാനായിട്ട് പറ്റുക. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിലും ആ സീറ്റ് കവറിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കവറുകൾ ചെയ്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അത് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ചെറിയൊരു കവറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയത് അതിൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവേഴ്സിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs, റീഡിംഗ് ലൈറ്റ് LED ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ, ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് ലൈറ്റ് കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് സോഫ്റ്റ് ഓപ്പണിങ്ങോട് കൂടി ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കുള്ള ഓൾമോസ്റ്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തരുന്ന ഒരു വേരിയന്റ് പ്യുർ പ്ലസ് വേരിയന്റ് ആണ്. ഈ പ്യുർ പ്ലസിൽ തന്നെ നിങ്ങൾക്ക് സൺറൂഫ് ഉള്ള വേരിയന്റ് അവൈലബിൾ ആണ്. ഇതിൽ സൺറൂഫ് വരുന്നില്ല. പ്യുർ പ്ലസ് S എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഡീഷണലി ഒരു സിംഗിൾ റിൻ സൺറൂഫും കൂടി ആഡ് ഓൺ ആയിട്ട്
വരും. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ ബാക്ക് ഡോർ ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ആ ഡ്യുവൽ ടോൺ കളറിൽ തന്നെയാണ് പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്പീക്കർ വിൻഡോ കാണാം. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ AC വെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റ്, അതായത് ബാക്കിലേക്ക് AC വെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഈ ഒരു പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. ചാർജിങ് പോയിന്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇത് ഇതിനകത്തൊരു 70 മാറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സീറ്റ് കവർ ഇട്ടപ്പോൾ സീറ്റ് അതിന്റെ ബാക്കിൽ ഒരു പോക്കറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ഐസോഫിക് സൈഡ് സീറ്റിന്റെ ഓപ്ഷൻ ആണ്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8-9 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടോടെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പാഴ്സൽ ട്രേ വരുന്നില്ല, അത് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡാണ് 2 വശത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഉണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെന്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ ടാറ്റ നെക്സോൺ ആണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഇത് CNG വേരിയന്റ് ആണ്. CNG വേരിയന്റ് പെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനുമായിട്ടാണ്. CNG ആയിട്ടും ഇതിന് 99 HP പവറും 170 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. CNGയിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസലോട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഡ്രൈവ് മോഡുകൾ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. സെഗ്മെന്റിലെ CNG വാഹനങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു CNG വരുന്നത് നമ്മളുടെ നെക്സോണിന്റെ ഈ CNG തന്നെയാണ്. CNGക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 28 km/ലിറ്റർ ഒക്കെയാണ്. 25 ഒക്കെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ നോർമൽ പെട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ 118 HP ആണ് പവർ വരുന്നത്. 170 Nm ടോർക്കും തന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് AMT. CNGയിൽ 6 സ്പീഡ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, AMT വരുന്നില്ല. കമ്പനി പറയുന്ന മൈലേജ് 17 ആണ്. 13-14 ഒക്കെ ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഇതിന്റെ ഡീസൽ എഞ്ചിനാണ്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 113 HP ആണ് പവർ. 260 Nm ടോർക്ക് ഉൽപ്പാദിക്കുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് AMT ഗിയർ ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 24 km/ലിറ്റർ. റിയൽ ലൈഫിൽ ഒരു 20 ഒക്കെ ആവറേജ് നമുക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4 സിലിണ്ടർ ആണെങ്കിലും ഡീസലിൻ്റെതായ ചെറിയൊരു നോയ്സി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അത്. പക്ഷെ പണ്ടത്തെ ടാറ്റ വാഹനങ്ങളിൽ അത്രയൊന്നുമില്ല. ഇപ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റിന്റെ സെക്കൻഡ് വേരിയന്റ് സ്മാർട്ട് പ്ലസ് വേരിയന്റിന്റെ പ്രൈസ് നമ്മൾ സ്മാർട്ട് പ്ലസ് വേരിയന്റിന്റെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്യുവർ പ്ലസ് വേരിയന്റിലേക്ക് വന്നാൽ പ്യുവർ പ്ലസ് പെട്രോൾ മാനുവലിന് ഓഫറുകളെല്ലാം കഴിഞ്ഞ് 10,15,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓഫറുകൾ എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ മന്തിൽ നിങ്ങൾക്ക് കൺസ്യൂമർ ഓഫറായിട്ട് 20,000 രൂപ ലഭിക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് ബോണസ് 20,000 ലഭിക്കുന്നുണ്ട്, ലോയൽറ്റി 20,000 ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ കോർപ്പറേറ്റ് ഓഫർ എന്ന് പറഞ്ഞ് 3,000 രൂപയും ലഭിക്കുന്നുണ്ട്. മൊത്തം 63,000 രൂപ വരെ ഓഫർ ഈ മന്തിൽ നെക്സോണിന് ലഭിക്കുന്നുണ്ട്. പ്ലസ് നമ്മളുടെ GST ബെനിഫിറ്റും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആണ് ഈ വാഹനം പെട്രോളിന് 10,15,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുക. ഇതിന്റെ AMT വേരിയന്റ്, അതായത് പ്യുവർ പ്ലസ് ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 10,90,000 രൂപയാണ് ഇതിന്റെ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് വരുന്നത്. ഈ പെട്രോളിൽ തന്നെയാണ് നമ്മുടെ CNGയും വരുന്നത്. CNGക്ക് 11,21,000 രൂപ. ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ്. ഇതിനകത്ത് കൺസ്യൂമർ ഓഫർ മാത്രമേ കുറച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതിനകത്ത് നിന്ന് പ്രൈസ് കുറയും. ലോയൽറ്റി, അതായത് നിങ്ങൾ ഒരു ടാറ്റയുടെ പഴയ വാഹനമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും 40,000 നിങ്ങൾക്ക് കുറവ് കിട്ടും. അപ്പോൾ ഇതിൽ പ്രൈസിൽ താഴെ പോകും. അത് എല്ലാവർക്കും ലഭിക്കാത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ ഉൾപ്പെടുത്താത്തത്. ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 11,34,000 രൂപയാണ് ഡീസൽ മാനുവലിന്റെ പ്രൈസ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്കിന് 12,39,000 രൂപ. ഓഫറുകൾ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ നിങ്ങൾ CNG നോക്കുന്നവർക്ക് നമുക്ക് മാനുവൽ മാത്രമേ ഓട്ടോമാറ്റിക് ഇല്ല. അപ്പോൾ CNG നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഡീസൽ കൺസിഡർ ചെയ്യാം. കാര്യം ഡീസലും CNGയും തമ്മിൽ വെറും 13,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. 13,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ കിട്ടും. ഡീസലിന്റെ അഡ്വാൻറ്റേജ് പവർഫുൾ ആണ്. CNGയുടെ ഓൾമോസ്റ്റ് സിമിലർ മൈലേജിൽ തരും. പിന്നെ ഓടിക്കാൻ നല്ല രസമാണ്. CNG കമ്പാരിറ്റീവ്ലി അറിയാലോ, മൈലേജ് കൂടുതൽ കിട്ടും എന്നുള്ളത് മാത്രമാണ് CNGയുടെ അഡ്വാൻറ്റേജ് ഉള്ളത്. പവർ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ CNG ഫില്ല് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലും CNG പമ്പുകളൊക്കെ പോപ്പുലറായി വരുന്നതേ ഉള്ളൂ. ഉള്ള പമ്പിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഡീസലിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് സമയത്ത് എവിടെയും പോയിട്ട് പെട്ടെന്ന് ഡീസൽ അടിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റും.
പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ വാഹനം വിൽക്കാൻ നോക്കി പുതിയൊരു വാഹനം വാങ്ങുന്ന സമയത്ത് ഡീസലാണ് എങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റിൽ വില ലഭിക്കും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺലി നമ്മൾ സ്മാർട്ട് പ്ലസിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന കുറച്ച് കമന്റുകളാണ് പ്യുവർ പ്ലസിന്റെ വീഡിയോ ചെയ്യാൻ കാരണം. നെക്സോണിൽ ഇപ്പോൾ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് ശരിക്കും പ്യുവർ പ്ലസ് വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. പെരുമ്പാവൂരിലുള്ള ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പറാണ്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാനും ഡെലിവറി കാര്യങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നെക്സോണിന് മാത്രമല്ല ടാറ്റയുടെ ഏത് വാഹനത്തിനും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ദീപാവലി ഓഫറും മറ്റ് GST ബെനിഫിറ്റ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഓഫറുകൾ കാര്യങ്ങൾ നെക്സോണിനും മറ്റ് ടാറ്റ കാറുകൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.